നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരവും കുളത്തൂപ്പുഴ പബ്ലിക് മാർക്കറ്റിനുള്ളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. 18-19 തീയതികളിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ മുഴുവൻ ശുചീകരണ പരിപാടികൾ നടത്തുമെന്നും ശുചീകരണ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീവി അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ, സാബു ഇബ്രഹാം, നദീറ സൈഫുദ്ദീൻ, പൊതുപ്രവർത്തകരായ AS നിസാം, ഹെൽത്ത് ഓഫീസർ ഷൈജു, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ആലോചന യോഗം വിളിച്ചിരുന്നു. അപ്പം 18ഉം 19 ഇന്നും നാളെയുമായിട്ട് കുളത്തൂപ്പുഴ പഞ്ചായത്തിൻ്റെ 20 വാർഡുകളിൽ ഉടനീളം എല്ലാ വാർഡിലും വാർഡ് മെമ്പർമാരും വാർഡ് ശുചിത്വ സമിതിയും പിന്നെ അംഗൻവാടി, ആശാ വർക്കർ, ADS, കുടുംബശ്രീ, തൊഴിലുറപ്പ് മേറ്റുമാരടക്കമുള്ള എല്ലാവരും വാർഡുകളിലുള്ള ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇന്ന് നടത്തുന്നത്. പഞ്ചായത്ത് തലത്തിൽ ഓഫീസുകളും അനുബന്ധ മേഖലകൾ, മാർക്കറ്റ്, ഈ ഭാഗങ്ങളിലൊക്കെ ഇന്ന് രാവിലെ മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ടൗൺ വാർഡിലെ ADSൻ്റെ നേതൃത്വത്തിൽ പൊതുപ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്ന് ഇന്ന് ഉദ്ഘാടനം നടത്തുകയാണ്. നമുക്കറിയാം, മഴക്കാലം വരികയാണ്. വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ മഞ്ഞപ്പിത്തം പോലെയുള്ള അല്ലെങ്കിൽ ഡെങ്കി പോലെയുള്ള വലിയ രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇടങ്ങളും നമ്മൾ നല്ല നിലയിൽ പൊതുപ്രവർത്തകരായാലും മാധ്യമ പ്രവർത്തകരായാലും സൂക്ഷിച്ച് ഒരു കുപ്പിയോ ചിരട്ടയോ എന്ത് കിടന്നാലും അതെല്ലാം പറക്കി മാറ്റി രോഗങ്ങളില്ലാത്ത ഒരു പഞ്ചായത്തായി നമുക്ക് മാറണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മളിന്ന് തുടക്കം കുറിച്ചത്. അത് 20 വാർഡുകളിൽ ഈ 2 ദിവസവും അതുപോലെ തന്നെ മറ്റ് വാർഡുകളിലും നമ്മളെല്ലാവരും സൂക്ഷ്മമായി ആരോഗ്യവകുപ്പിൻ്റെ മുഴുവൻ ആളുകളും ഇവിടെയുണ്ട്. അവരുടെ ഒരു ശ്രദ്ധ എല്ലാ വാർഡിലും ഉണ്ടാകും. അപ്പോൾ അത് ഈ 2 ദിവസം മാത്രമല്ല, തുടർന്ന് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും ആശംസ അറിയിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണം പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി ഇന്നും നാളെയുമായിട്ട് നടത്തുകയാണ്. സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും സാമൂഹിക സന്നദ്ധ സംഘടനകൾ അവരുടെ നേതൃത്വത്തിലുമൊക്കെ
മഴക്കാല പൂർവ്വ ശുചീകരണം മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ഊർജിതമായി നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാര്യം നിങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ മഴക്കാലം ആരംഭിച്ചില്ല. അതിനു മുമ്പ് തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും മഞ്ഞപ്പിത്തം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഡെങ്കു പനി വ്യാപകമായി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇവയെ ഫലപ്രദമായി പരമാവധി തടഞ്ഞു നിർത്തുന്നതിനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുക, മാലിന്യങ്ങൾ എവിടെയെങ്കിലും കുന്നുകൂടി കിടക്കൊണ്ട് നീക്കം ചെയ്യുക, അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നിടങ്ങളിൽ അത് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ, കൊതുക് നശീകരണവുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പ്രവർത്തനം പഞ്ചായത്തും ആരോഗ്യവകുപ്പും സന്നദ്ധ സാമൂഹ്യ സംഘടനകളെ, തൊഴിലുറപ്പ്, അതുപോലെ ആശാ വർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ, അങ്ങനെ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യാപകമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇതിലെല്ലാ ബഹുജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം. ഇത് ഏതെങ്കിലും ഗവൺമെൻറ് പരിപാടി അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പരിപാടി മാത്രമായി ഇതിനെ പരിമിതപ്പെടുത്തരുത്. കാരണം ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവരുമാണ്. അപ്പോൾ മാലിന്യം നമ്മുടെ ഒരു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ അത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാനുള്ള ചുമതല നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ആ ഉത്തമ ബോധ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ആളുകളിൽ ഉണ്ടാകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.